ഹായ്, എന്നെ ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. അതായത് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഗുലാബ് ജാമുൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 2 കപ്പ് വെള്ളവും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. തിളച്ച് വരുന്ന സമയം നമുക്കൊരു 3-4 ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം റോസ് വാട്ടറും കൂടെ ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണോളം മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായ പാലൊഴിച്ച് നമുക്ക് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. അതായത് കൂടുതൽ നേരം ഇട്ട് കുഴയ്ക്കരുത്, ഹാർഡായി പോകും. നമ്മളങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ബോൾസ് എല്ലാം ഇവിടെ റെഡിയായി. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചൂടായതിന് ശേഷം നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കണം. അല്ലെങ്കിൽ പാൽപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇതേപടി ഫ്രൈ ചെയ്ത് നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.